നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി പവർ പ്ലാന്റ്സ് ഉണ്ട്. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റ്. പക്ഷെ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലാണ് കാണിക്കുന്നത്. ഇത് റിസർവോയർ ആണ്. ഇത് റിസർവോയർ ഏരിയയാണ്. ഇവിടെയാണ് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഡാം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഈ റിസർവോയർ ഏരിയയിലാണ്. അവിടെ നിന്ന് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ടർബൈനിലോട്ട് വെള്ളം ശക്തിയായിട്ട് വീഴും. നമുക്ക് ഇത്രയും ഏരിയ ലിമിറ്റ് ഉള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ടെയിൽ എൻഡിൽ നിന്നാണ് ടർബൈനിലോട്ട് വെള്ളം വളരെ പ്രഷറിൽ വീഴുന്നത്. ഈ പ്രഷർ കാരണം ഈ ടർബൈൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ഷാഫ്റ്റ് ഇത് കണക്റ്റഡ് ആണ്, ജനറേറ്ററായിട്ട് കണക്റ്റഡ് ആണ്. ഈ ജനറേറ്റർ ഈ മെക്കാനിക്കൽ എനർജി എന്നാണ് അതിന് പറയുന്നത്. ഈ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ജനറേറ്റർ മെയിൻലി പവർ ഹൗസിലാണ് കാണപ്പെടുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെളിയിൽ വച്ചിരിക്കുന്നതാണ്. അടുത്ത് പവർ ഹൗസിൽ നിന്ന് 11 kV 50 Hz ഫ്രീക്വൻസിലാണ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ആവുന്നത്. അവിടെ നിന്ന് ഈ വോൾട്ടേജ് ഇതിലോട്ട് ട്രാൻസ്മിഷൻ ലൈൻസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ നിന്ന് അടുത്ത സബ്സ്റ്റേഷനിലോട്ട് പാസ് ചെയ്യും. ഈ 11 kV നമുക്ക് കേരളം മുഴുവൻ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ വെച്ച് ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. 33 kV 66 kV എന്നീ നിലയിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തതിനു ശേഷം അതുവഴി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലോട്ട് കൊടുക്കും. നമുക്ക് ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമറിനും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കൺസ്യൂമറിനോ ഉപയോഗിക്കാൻ ഇത്രയും അധികം എനർജിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ വെച്ച് ഇത് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതായത് ഇതിന് നമുക്ക് ഇപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ട് മതിയാവും. 3 ഫേസ് ആണെങ്കിൽ 450 വോൾട്ട്. അവിടെ നിന്ന് ഇത് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇലക്ട്രിക് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് വഴി നമുക്ക് ഡൊമസ്റ്റിക് കൺസ്യൂമറിന് എത്തിക്കും. ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഇനിഷ്യൽ കോസ്റ്റ്, അതായത് നമ്മൾ ചെലവഴിക്കുന്ന തുക കൂടുതലാണെങ്കിലും റണ്ണിങ് കോസ്റ്റ് നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റൽ കോസ്റ്റ് ഒരുപാട് കുറവാണ്. പിന്നെ ഇത് നമുക്ക് ഈ വിടുന്ന വെള്ളം വേസ്റ്റായി പോവുകയല്ല ചെയ്യാം. നമുക്ക് വീണ്ടും പമ്പ് ചെയ്ത് റീയൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇത് നമുക്ക് ഡാമൊക്കെ കെട്ടുമ്പോൾ ആൾക്കാർ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കണം, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമെങ്കിലും ഇത് നമുക്ക് വളരെ ബെനിഫിറ്റലാണ്. അതുപോലെ കേരളത്തിന്റെ ഏകദേശം 75% ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കൊണ്ടാണ്. അതായത് ഈ 6, 7
ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ്. ഇവർ ഓരോ വർഷം നമ്മൾ ചെയ്യാറുണ്ട്. ഈ കുട്ടികളുടെ കലാവാസന, അതുപോലെ അവരുടെ നൈസർഗിക വാസന, അതായത് സയൻസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കഴിവുകൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളുള്ള കഴിവുകളുണ്ട്. അത് അവർ 6-7 ക്ലാസ്സിൽ അനൗൺസ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്കത് മോഡലുകൾ ഉണ്ടാക്കി ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ അവർ ഇന്നലെ വൈകുന്നേരവും ഇന്നലെ ഉച്ച കഴിച്ചും ഇന്ന് രാവിലെയായിട്ടാണ് കൊണ്ടും നമ്മുടെ അറേഞ്ച് ചെയ്ത് ഈ കുഞ്ഞുങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ശരിക്കുള്ള വിവരണം കൊടുക്കുകയും ചെയ്തു. ഇത് കുഞ്ഞുങ്ങളുടെ ഈ അവരുടെ സയൻറ്റിഫിക്കലായിട്ടുള്ള അവരുടെ വീക്ഷണവും അവരുടെ നൈപുണ്യവാസനകളും ആണ് പ്രകടിപ്പിക്കുന്നത്.